Hi guys, good morning and happy 2025. I sincerely wish you all the happiness, all the success. എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും അത് നടത്തിപ്പിക്കാനുള്ള ഒരു പ്രയത്ന ബുദ്ധി നിങ്ങൾക്ക് തരട്ടെ എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ആശംസയോടെ ഈ 2025 ഫസ്റ്റ് വ്ളോഗാണിത്. സോ ഇത് നമ്മൾ 2024 ഷൂട്ട് ചെയ്യുന്നത്. December 31st വി ആർ ഇൻ ജോർജിയ, ടിബ്ലിസി. നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് ആൻഡ് വി ആർ ഓഫ് ടു സെലിബ്രേറ്റ് 2025 ന്യൂ ഇയർ ഇൻ ജോർജിയ, ടിബ്ലിസി. അപ്പോൾ ആ ആഘോഷങ്ങളുടെ കാഴ്ചയായിരിക്കും ഇന്ന് നമ്മൾ വ്ളോഗിൽ കാണുന്നത്. പ്രിയ, വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ന്യൂ ഇയർ ഇൻ ജോർജിയ. നമ്മൾ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം ഒരുമാതിരി തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതെ, സന്തോഷമായിട്ടുള്ള. അതെ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ 2005 ഫസ്റ്റ് വ്ളോഗ്. അപ്പൊ എല്ലാവരും അടുത്ത വർഷം നമ്മൾ കാണുന്നത്. നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് 2025 ഫസ്റ്റ് വ്ളോഗില്. കൊള്ളാം. ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ കിട്ടും കേട്ടോ. ബാങ്കോക്ക് ഫാഷന്റെ ആണ്. ഒരു ഹാപ്പി സ്റ്റോറിലുണ്ട്. ഇതും കിട്ടും കേട്ടോ. പിന്നെ ഇതെവിടെ കിട്ടും? ആ ന്യൂസും കൂടെ പറഞ്ഞാലേ നമ്മള് 2025 തുടങ്ങണ്ടേ? ഇതല്ലേ നമ്മുടെ പിന്നെ പറയാം കേട്ടാ. പിന്നെ അപ്പൊ എല്ലാവർക്കും ഈ വർഷം ആരോഗ്യപരമായും സാമ്പത്തികപരമായും പിന്നെന്താ വേണ്ടേ, എല്ലാ രീതിയിലും സന്തോഷവും പോസിറ്റിവിറ്റിയും സന്തോഷവും നിറഞ്ഞ് ഇരിക്കട്ടെ. എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റട്ടെ, എല്ലാവർക്കും ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റട്ടെ, എല്ലാവർക്കും എല്ലാം നേടട്ടെ. ഇനി എന്താ അവാർഡ് വരെ നേടട്ടെ. ഹാപ്പി ന്യൂ ഇയർ പറ തങ്കു. ഹാപ്പി ന്യൂ ഇയർ. അതെ, ഞങ്ങൾ സ്ട്രീറ്റിലാണ് ന്യൂ ഇയർ സെലിബ്രേഷൻ. ഇവിടെ കൗണ്ട് ഡൗണും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫുൾ പോലീസ് സെക്യൂരിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടുത്തെ ഐസ്ക്രീമിൽ തന്നെ നമ്മൾ തുടങ്ങുവാണ്. നമ്മുടെ കുറച്ച് മലയാളി സ്റ്റുഡൻസ് ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. ഗൈസ്, സോ നമ്മൾ ഈ റുസ്റ്റാവല്ലി അവന്യൂലാണ് ക്രിസ്മസ് സെലിബ്രേഷൻ. ഇവിടെയാണ് ഒരു ഫ്രീഡം സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ക്രിസ്മസ് കൗണ്ട് ഡൗൺ ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഒരു ഐസ്ക്രീം വാങ്ങി നമുക്ക് പയ്യം ഒന്ന് നടക്കാം. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്യാം. കുറച്ച് മലയാളി സ്റ്റുഡൻസ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് ഇവിടെ തന്നെ ന്യൂ ഇയർ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. സോ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൗണ്ട് ഡൗണിലേക്ക് കൂടാം. ജോർജിയയിലുള്ള അവരും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന നമ്മളും. എന്തൊരു കോയിൻസിഡൻസ്. ആൾക്കാർ അവൻ ഐസ്ക്രീം കഴിക്കുമായിരുന്നു. ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോ ന്യൂ ഇയർ ആയിട്ട്. ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോ. ഒന്ന് മഴ പെയ്യുന്നുള്ള ഒരു ധാരണ ഉണ്ടാവും. മഴ പെയ്യുന്നു തോന്നല്ലോ. എവിടെ പ്രിയ ആൾക്കാരൊക്കെ? മണി 6:30 ആയിട്ടുള്ളൂ. ഭയങ്കര ഒരെണ്ണം അടിച്ചാലോ, ഹോട്ട് വൈൻ. ന്യൂ ഇയറിന്റെ ഒരു മൂഡ് വരണ്ടേ? സ്കാർഫും കമ്മലാക്കി ഇട്ടോണ്ട് നടന്നു കഴിഞ്ഞാൽ ന്യൂ ഇയർ വൈബ് ഒന്നും ആവില്ല. എനിക്ക് എപ്പോഴും എല്ലാ വർഷവും ഒരേപോലെ. എന്ത് വൈബില്ല അല്ലേ? എല്ലാ വർഷവും ന്യൂ ഇയർ, എല്ലാ മാസവും, എല്ലാ ദിവസവും. തിരക്കില്ല എന്ന് പറഞ്ഞ് മെയിൻ സെലിബ്രേഷൻ ഏരിയ എത്താറായപ്പോഴേക്കും തിരക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. പക്ഷെ ഇതൊന്നും ആയിരിക്കില്ല രാത്രി. ഈ സ്ട്രീറ്റ്സ് ഒക്കെ ക്ലോസ് ചെയ്യും. ഭയങ്കര രസമായിരിക്കും. കൗണ്ട് ഡൗൺ ഒക്കെ ഉണ്ട് വലിയ. 10, 9. ജോർജിയ ഒരിക്കലും മറക്കാൻ പാടില്ല. ആ ടൈം ആകുമ്പോ കൗണ്ട് ചെയ്യണം കേട്ടാ. ന്യൂ ഇയർ ടൈം ആയതുകൊണ്ടാണോന്ന് അറിയില്ല, ഈ ഇന്ന് ഇങ്ങനെ ചെറിയ കുറെ നിക്നാക്സ്, ഹോട്ട് ചോക്ലേറ്റ്, മറ്റേ സാധാരണ ചെറിയ ടോയ്സ് ഊത് വരെ വിൽക്കുന്നു ഇവിടെ. എല്ലാ തവണ ഇങ്ങനെയാണോന്ന് അറിയില്ല. ജോർജിയിലുള്ള ഒരു കമന്റ് ചെയ്യുക, ഈ റുസ്റ്റാവല്ലി അവന്യൂല് എല്ലാ ദിവസവും ഇതുപോലത്തെ കൗണ്ടേഴ്സ് കാണുമെന്ന്. ഞാൻ വന്നിട്ടുണ്ട് കേട്ടാ. ഇവര് നല്ല പൈസ വാങ്ങുന്നുണ്ട്. ഗ്രിഞ്ചും പപ്പാനിയും ടോം ആൻഡ് ജെറി ഞങ്ങൾ ഇന്നലെ ക്രിസ്മസ് മാർക്കറ്റിൽ കണ്ടേ ഉള്ളൂ. അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ജെറിയാണ്, പക്ഷെ ടോം ഇവിടെ എവിടെയെങ്കിലും കാണും. കണ്ടോ, റൊണാൾഡോ സൂപ്പറാണ്. എനിക്ക് തോന്നുന്നു December 7 വരെ കാണും കേട്ടാ ഈ ട്രീ. ഇതുപോലത്തെ ഒരു ട്രീ വേണം നമ്മൾ ഒരു ഹാപ്പി സ്റ്റോറിന്റെ വെളിയിൽ വെക്കാൻ. എന്തായാലും ആരും മോഷ്ടിക്കത്തും ഇല്ല. അത് വേണ്ട, ഒരു ഹാപ്പി സ്റ്റോറിന്റെ മുമ്പിൽ മതി. അതും പനമ്പളിയല്ലേ. ന്യൂ ഇയർ സെലിബ്രേറ്റ് മുകളിലേക്ക്. ഇനി വീട്ടിൽ ഇതായിരിക്കും ബഹളം. ന്യൂ ഇയർ ആകുമ്പോഴേ ഊതാൻ പാടുള്ളൂ. ആൾക്കാരൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട് കേട്ടാ. ഇവിടെ ഷോ വല്ലതും ഉണ്ടോ? ഓ പ്രിയ, പുള്ളപ്പടിച്ച പൈസ കിട്ടും. കൊള്ളാം. ഇത് 100 സെക്കൻഡ് തൂങ്ങിക്കിടന്ന 5 ലാറ് കിട്ടും തോന്നുന്നു. പൈസയാന്ന് തോന്നുന്നു. 60 സെക്കൻഡ് ആയി കേട്ടാ. കാല് മുട്ടിയിട്ടില്ല. എനിക്കൊന്ന് ഈ പെണ്ണാണ് കോമ്പീറ്റ് ചെയ്യുന്നത് തോന്നുന്നു. ഓ 90 ആയി. എവിടെ
പ്രിയ 90 seconds ആയി. 10 സെക്കൻഡ് കൂടെ കടന്ന പൈസ കിട്ടിയാല് 100 ആരെയും കണ്ടാ തോന്നുന്നു. 3000 രൂപ. പോയി തൂങ്ങ്. എനിക്ക് ഒരു 10 സെക്കൻഡ് പറ്റില്ല. ജോർജിയൻ ഡാൻസ് ആട്ടാ ഇവര് ചെയ്യുന്നത്. അതിന്റെ കൂടെ വേദം ഇതായിട്ട് പോകുന്നുണ്ട്. അല്ല ജോർജിയനാ. ക്രൗഡ് അല്ല, പക്ഷെ ഒരു വേറെ രാജ്യത്തെ ഒരു കൾച്ചർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു ഫോർ ദ ന്യൂ ഇയർ. ഇയാള് മാത്രമേ ഇവിടുത്തെ ഡാൻസ്, ബാക്കിയുള്ളവരൊക്കെ വെറുതെ വന്ന് കളിക്കുന്നവരാ. പക്ഷെ എല്ലാവർക്കും അറിയാം ഇതിന്റെ PD വേദുവാ. ന്യൂ ഇയർ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ അടച്ചു. അപ്പൊ നമ്മൾ ഡങ്കിൻ ഡോണറ്റ്സ് വന്നു. പക്ഷെ ഇവിടുത്തെ ഡങ്കിൻ ഡോണറ്റ്സിൽ എല്ലാ രീതിയിലുള്ള ഫുഡുണ്ട്. പ്രിയ ഭയങ്കര ഒരു റിഫൈൻഡ് ഫുഡാണ് ഇത്. സാൽമൺ ബേഗിൾ വിത്ത് ആവക്കാഡോ ആണ്. ആ ലുക്ക് പോലെ തന്നെ ഒരു ഇംഗ്ലീഷ്കാരിയുടെ ലുക്ക് പോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ഫുഡാണ്. ആ അതുകൊണ്ട് നല്ല ഫുഡും അത് കൊള്ളാമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മള് സ്പെഷ്യൽ ഫുഡൊക്കെ കഴിക്കണല്ലോ ഇപ്പൊ. അങ്ങനെയാണല്ലോ കാര്യങ്ങള്. ഓക്കെ, സോ ഇത് വേദുവിന് പിസ്സ, എനിക്ക് ബർഗർ, ഡോണട്ട്. പിന്നെ ഇവിടെ ഇത് കണ്ട വെഡ്ജസ് വരെ കിട്ടും. നല്ല വെഡ്ജസും കിട്ടും. ഇത് അവരുടെ പുതിയ ഐറ്റം ആണ്, ചിക്കൻ ബോൾസ്. ഇത് 2 വെജ് റാപ്പ്. ഇതാണ് സാൽമൺ വിത്ത് ബേഗൽ ആൻഡ് ആവക്കാഡോ. വേറെ എന്ത് വേണം പ്രിയ? ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഇത്രയെങ്കിലും കിട്ടിയല്ലോ. മിക്കവാറും ഞാനും വിചാരിച്ചു ക്രിസ്മസ് പോലെ തന്നെ, പക്ഷെ ഭാഗ്യത്തിന് കുറെ സാധനങ്ങൾ കിട്ടി. റെഡി ടു സെലിബ്രേറ്റ് ന്യൂ ഇയർ. ആ ചന്ദന എന്ന് പറഞ്ഞ നമ്മുടെ സബ്സ്ക്രൈബർ നമ്മൾ ഗുരുവായൂർ കണ്ട കുട്ടി, ആ കുട്ടി ഇവിടെ വെയിറ്റിംഗ് ആണ്. ആ കുട്ടി നമ്മുടെ ഇവിടെ ന്യൂ ഇയറിന് കാണും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് പോവാം. ആ സ്ട്രീറ്റ് ഇപ്പൊ പോലീസ് ബ്ലോക്ക് ചെയ്ത് ഫുൾ ക്രൗഡാണ്. നമ്മുടെ കൊച്ചിയിലെ ഫോർട്ട് കൊച്ചിയുടെ ഒക്കെ ഒരു വൈബാണ് വരുന്നത്. ഇവിടെ എന്തൊരു വലിയ ക്രിസ്മസ് ട്രീ നോക്കി നമ്മൾ നേരെ അങ്ങോട്ട് പോവാം. ആൾക്കാർ കാറൊക്കെ പാർക്ക് ചെയ്ത് ബിയറൊക്കെ അടിച്ച് മെയിൻ സ്ഥലത്ത് തന്നെ കൂടുവാണ്. പോലീസൊന്നും ഒന്നും പറയുന്നില്ല. ഹിന്ദി പാട്ടൊക്കെ ഇടുന്നത് ജോർജിയൻ ആൾക്കാരാണ് കേട്ടോ, അല്ലാതെ ഇന്ത്യക്കാരല്ല ഹിന്ദി പാട്ട് ഇടുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ ലൈവ് മ്യൂസിക്. നമ്മുടെ ടർക്കിയിലെ ഇസ്തിക്കാൽ സ്ട്രീറ്റിന് ഓർമ്മ വരുന്നില്ലേ, അതിനെക്കാട്ടി ആൾക്കാരുണ്ട്. പക്ഷെ കോൺസേർട്സ് അങ്ങനെയൊന്നും ഇല്ല. എനിക്കൊന്ന് ഇത്തവണ പ്രൊട്ടസ്റ്റ് കൊണ്ട് അവർ മാറ്റി വെച്ചിരിക്കുക. പക്ഷെ അത് റോഡ് ബ്ലോക്ക് ചെയ്തതാ. നമുക്ക് ഇതിൽ കൂടെ നടക്കാം. നമ്മുടെ റൂം എന്തായാലും അങ്ങ് എൻഡിൽ പോവാ. നടന്ന് നമ്മൾ എത്തുമ്പോ ന്യൂ ഇയർ ആവും. നോക്കടാടേ. ഇത് എത്ര അലമ്പാവോ അതോ സേഫ് ആവോ എന്നുള്ള മാത്രമേ ഉള്ളൂ എനിക്കൊരു ഡൗട്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ എന്താ അറിയോ, കുറെ ജോർജിയൻ ലോക്കൽസ് കുട്ടികളെ കാണാൻ പറ്റും. അലമ്പ് തന്നെ പറഞ്ഞാൽ പെൺപിള്ളേരെ പിടിക്കുന്ന പരിപാടിയൊന്നും കാണില്ല. പക്ഷെ അല്ലാത്ത എന്തെങ്കിലും പ്രശ്നം അതെ എനിക്ക് തോന്നുന്നു അങ്ങനെ അലമ്പ് കാണില്ല. ഇപ്പൊ നമ്മൾ ഗുരുവായൂർ വെച്ച് കണ്ട് ചന്ദനേനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തരാം. ചന്ദനയുടെ അമ്മ പ്രത്യേകം പറഞ്ഞു കേട്ടാ, ഞങ്ങള് ജോർജിയയിലെ വരുന്നതെന്ന് അറിഞ്ഞപ്പോ തന്നെ പറഞ്ഞു ചന്ദനെ കാണണം, ചന്ദനെ കൊണ്ട് കറങ്ങണം. പക്ഷെ ഭാഗ്യത്തിന് കറങ്ങിയില്ല, അല്ലെങ്കിൽ അവിടെ പെട്ടുപോയാര് ഞങ്ങളോട്. കഷ്ടമായിപ്പോയി. ലാസ്റ്റ് എന്തായാലും മീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. അപ്പൊ ഇനി നാട്ടിൽ വെച്ച് കാണാം. ന്യൂ ഇയർ ഞങ്ങളോട് ഇരിക്കുക, നമുക്ക് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇറങ്ങാം. ആൻഡ് ഇപ്പൊ 3rd ഇയർ അല്ലേ? ഓക്കെ ശരി. അപ്പൊ ആന്റിനോട് പ്രത്യേകം പറഞ്ഞേക്കാം. ഓക്കെ, ഇവിടെ ഹാപ്പി ആയിരിക്കുന്നുണ്ടെന്ന്. ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ നടുക്ക് കണ്ട ടേബിൾ വെച്ചിരിക്കുന്നത്, അത് ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ട ടേബിള്, അവിടെ ഫുൾ പ്ലം കേക്ക് ഇരിക്കും ന്യൂ ഇയറിന്. ആൻഡ് അത് ട്രഡീഷണൽ, ജോർജിയൻ ട്രഡീഷണൽ ഫുൾ. എനിക്കൊന്ന് ഏകദേശം ഒരു 700 മീറ്റർ ഉണ്ട്. പ്ലം കേക്ക് ഇരിക്കും. ആ പ്ലം കേക്ക് കഴിച്ച് ന്യൂ ഇയർ തുടങ്ങുന്നത് ഭയങ്കര ഐശ്വര്യം. അവിടെ കിട്ടും. പിന്നെ എവിടെന്നാ വരുന്നതെന്ന് അറിയാം പ്ലം കേക്ക്? ആൻസ് ബേക്കറിന്ന്. നാട്ടിലത്തെ ആൻസ് ബേക്കറിന്ന് പ്ലം കേക്ക് വരുമ്പോഴാ. ഓ കടാ വെടി വെടിപൊട്ടി. എനിക്കറിയില്ല, വെറുതെ ഡൈവേർഷൻ.
ചുമ്മാ പറഞ്ഞ മമ്മി മമ്മി തള്ളാണ് ഇന്നത്തെ. പ്രിയക്ക് ഏറ്റവും ദേഷ്യമുള്ള തള്ള. ഭയങ്കര ആഗ്രഹിച്ചു പ്ലം കേക്ക് കഴിക്കാമെന്ന്. എല്ലാരും വരണം എന്നാ. ഓ എനിക്കൊന്ന് ആ സൈഡില് എന്തൊക്കെയോ ഭയങ്കര പാർട്ടിയും ഡാൻസും ബഹളവും ജോർജിയൻ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ തിരക്കിലേക്ക് നമ്മൾ പോകുന്നില്ല, നമ്മൾ ഈ വഴി പോവാണ്. എനിക്ക് തോന്നുന്നു കൗണ്ട് ഡൗൺ ഒക്കെ നമ്മുടെ അപ്പുറത്തെ സൈഡിലായിരിക്കും ഇതിന്റെ എൻഡില്. ശരിക്കും ഭയങ്കര മാജിക്കൽ ഫീലിംഗ് ഉണ്ട് കേട്ടോ. നല്ല തണുപ്പ്, ഭയങ്കര എക്സ്ട്രീം തണുപ്പൊന്നുമില്ല, നല്ല തണുപ്പ്, ഭയങ്കര ലൈറ്റപ്പ്, നല്ല ക്രൗഡ്, എല്ലാവരും ഹാപ്പി ഫേസസ് ആയിട്ട് നടക്കുന്നു. നല്ല മ്യൂസിക് എവിടെ നിന്നൊക്കെയോ കേൾക്കുന്നു, പടക്കം, എവറിത്തിങ് ഇസ് ദെയർ. നല്ല കോൺസെപ്റ്റ് തോന്നിയ എനിക്കൊന്ന് ഓരോ ഫാമിലീസ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വെച്ചിട്ട് പോകും. അത് അവർ പേയ്മെന്റ് ഒന്നും എടുക്കുന്നില്ല, ജസ്റ്റ് എന്താ സാധനം എന്ന് മാത്രം വെച്ചിട്ട് അതിൻ്റെ അടിയിൽ സാധനം എന്താണെന്നുള്ള ലിസ്റ്റ് എഴുതിയിട്ട് നമുക്കത് ആർക്കും വേണമെങ്കിലും എടുക്കാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് വെച്ചിട്ടുണ്ട്. അതിനാണ് ഈ ടേബിളിനാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചോട്ടാ. ഇവിടുന്ന് എല്ലാവരും ദാനത്തിന് വേണ്ടി വെക്കുക. ന്യൂ ഇയർ ബിഗിനിങ് വിത്ത് ഗുഡ് ഡീഡ് എന്ന് പറഞ്ഞാൽ ബക്ഷണം കൊടുക്കുന്ന കാട്ടി ഗുഡ് ഡീഡ് എന്തോ ഉള്ളത്. ഡാഡി അവിടെ മമ്മി ഡാഡിനെ വിട്ടിട്ട് വന്നോ? ഇല്ല കണ്ട ഡാഡി ബോട്ടിൽസ് വരെ വെച്ചിട്ടുണ്ട്. വോഡ്കയൊക്കെ എടുത്ത് കുടിക്കാൻ, ഗ്ലാസും കണ്ട. ഭയങ്കര സെറ്റപ്പ്. പ്രശ്നമല്ല ഇവിടെ. ഇതെല്ലാം ഞാൻ പറഞ്ഞ ദാനത്തിനാ. എടുത്തോ, എല്ലാരും എടുത്തോ. ഇത് വെക്കുന്നതിന് മുമ്പ് തീരും മിക്കവാറും. ന്യൂ ഇയർ വ്ളോഗേ ഇതിൽ കഴിക്കുന്ന ഫുഡായിരിക്കും മിക്കവാറും. എല്ലാരും കൊണ്ട് വെച്ചോണ്ടിരിക്കുക. ചിപ്സ് ഒക്കെ ഉണ്ട്. ദേ ഡാഡി ആഹാ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയി. ആ തന്നല്ലോ. ചിയേഴ്സ് ന്യൂ ഇയർ. എല്ലാവർക്കും അൺലിമിറ്റഡ് വൈനും വോഡ്കയൊക്കെയാണ്. പിന്നെ ദേ അടുത്ത പൊട്ടിക്കുന്നുണ്ട് ഇവിടെ. ഇതെന്താ? ചിപ്സും ജ്യൂസും ഉണ്ട്, ചിപ്സും ഉണ്ട്, ഗ്രേപ്സ്, കൊറേ ചോക്ലേറ്റ്സ്. കുറച്ച് ഗ്ലാസ് ഒക്കെ വാങ്ങി ജ്യൂസ് ഒഴുക്കി തരില്ലെന്ന്. ജ്യൂസ് ഞാൻ പറഞ്ഞില്ല, ന്യൂ ഇയർ മിക്കവാറും ഇതായിരിക്കും പരിപാടി. ഓറഞ്ചാണോ? പോകുന്ന വഴിക്ക് ചിലപ്പോ ഒഴിച്ചൊക്കെ തരും. മിഠായി ഉണ്ട്, ഞാൻ എടുത്തോ. വെച്ചിരിക്കുന്നല്ലേ? ഇത് വലിയ ചോക്ലേറ്റ് ആണ്. വെയിറ്റ് ചെയ്യാം പയ്യ, ആന്റിമാര് തുറക്കും. വെയിറ്റ് ചെയ്യാം. അടുത്ത് തന്നെ നിന്നോ. ആന്റിമാര് പിക്നിക് ബാസ്കറ്റ് ആയിട്ടാ വന്നിരിക്കുന്നത് കേട്ടാ. എല്ലാം ഉണ്ട്. ജിഞ്ചർ ബ്രെഡ്, കുക്കീസ്, 4 റെഡ് ലേബിളൊക്കെ ഉണ്ട്. റെഡ് ലേബിളൊക്കെ വെച്ചിരിക്കുന്നത്. റെഡ് ലേബിള്, അത് കഴിഞ്ഞിട്ട് വൈന്, ചോക്ലേറ്റ്സ്, അപ്പുറത്തുനിന്ന് ബിസ്ക്കറ്റ്സ് എല്ലാം ഇറക്കുന്നുണ്ട്. നിങ്ങളെ അടുത്ത ന്യൂ ഇയർ നമ്മുടെ കേരള ഫുഡ് ഇങ്ങനെ വെക്കണം, പടകളൊക്കെ പറ്റുമെങ്കിൽ. അതേ കപ്പലണ്ടി വിട്ട വീട്ടിൽ കേക്ക്, പഫ്സ്, ഓറഞ്ച്, ഇതിങ്ങനെ വന്നോണ്ടിരിക്കും. പഴം വരെയാണ്. ആ ഡാഡി പഴം എടുക്കും കേട്ടോ. ചിലപ്പോ പഴമുണ്ട്. 12 o'clock ആയിട്ടില്ല, പക്ഷെ എല്ലാരും ഇവിടെ ഫയർ വർക്ക്സ് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. സോ എല്ലാരും ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഫയർ വർക്ക്സ് ഇവിടെ പൊട്ടിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല. റഷ് കൂടി ഞങ്ങളൊരു സൈഡിലേക്ക് ഒതുങ്ങിയിരിക്കുവാണ്. ഇനി 15 മിനിറ്റ് ന്യൂ ഇയർ ആവുന്നു. സംഭവിക്കുന്നുണ്ട് ഒന്നും അറിയില്ല. എല്ലാവരും ക്യാമറ എടുത്ത് വെച്ചിട്ടുണ്ട്. ന്യൂ ഇയർ ആയിട്ടില്ല, പക്ഷെ വെറുതെ ബസ്സിലടിയാന്ന് തോന്നുന്നു കേട്ടാ. ഭാഗ്യം ഞങ്ങൾക്ക് സ്പോട്ട് കിട്ടിയത്. മെയിൻ ലൊക്കേഷനിൽ നിന്ന് ക്രൗഡിൽ നിന്ന് മാറി സ്പോട്ട് കിട്ടി. അല്ലെങ്കിൽ കുന്തും വെള്ളമൊക്കെ കൊണ്ട് ആരെങ്കിലൊക്കെ താഴെ വീഴാന്. ഇനിയിപ്പോ ന്യൂ ഇയറും കൂടെ ആവുമ്പോ നല്ല ബഹളമായിരിക്കും. ഒന്നും സംഭവിച്ചിട്ടില്ല, എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. വെയിറ്റ് ചെയ്യും. ഇനി ഞങ്ങൾ പോയിരിക്കുന്നതിൽ ഏറ്റവും വലിയ ക്രൗഡുള്ള ന്യൂ ഇയർ ആണ്. ഇപ്പൊ തുടങ്ങും. ഞങ്ങളുടെ കൗണ്ട് ഡൗൺ അനുസരിച്ച് 3 മിനിറ്റും കൂടെ. ഓ
ഷെറ്റിയാണ്. ഏതാണ് ഏറ്റവും ബഹളം? തോന്നുന്നു കേട്ടാ. അവിടെ എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്നുണ്ടോ? അതല്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ മാറി നിൽക്കാൻ. എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഭയങ്കര ഇടി കണ്ടാ. കേക്കും ഒരു ഫുൾ കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്കിനി ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകണ്ട. ഉന്തും തള്ളും ഒക്കെ കിട്ടും. അതുകൊണ്ട് ഇനി പോവാതിരിക്കുന്ന നല്ലത്. ഓക്കെ, എന്റെ മേളിൽ കയറി നോക്കുന്നുണ്ട് എന്താ പ്രശ്നമോ ബഹളോ എന്തെങ്കിലും ഉണ്ടോന്ന്. ഭയങ്കര ശരിക്കും എനിക്ക് പേടിയാട്ടോ. ഇപ്പൊ ആ കൊറിയയിലെ സ്റ്റാമ്പീഡിന് ശേഷം അതുകൊണ്ട് ഞങ്ങൾ സൈഡിൽ നിന്നായിരിക്കും എപ്പോഴും ആഘോഷിക്കുന്നത്. ഇത് നടുക്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുഡൊക്കെ കിട്ടും. പക്ഷെ വേണ്ട, ആ റിസ്കിന് ഞാൻ റെഡിയല്ല. ഇത് 2 മണി വരെ ആൾക്കാർ ഇങ്ങനെ കാണുന്ന കേട്ടെ. ചുമ്മാ എന്തിനല്ല വേണ്ടാത്ത പണിക്കുന്നു. പക്ഷെ ലൈഫിൽ ഒരിക്കലും മറക്കാത്ത ഒരു ന്യൂ ഇയർ. ഏറ്റവും കൂടുതൽ ക്രൗഡും പിന്നെ ഇങ്ങനത്തെ ഒരു ദാനം ചെയ്യുന്ന ഒരു ന്യൂ ഇയർ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എല്ലാവരും പ്രിയക്ക് എത്ര ഒരു ചോക്ലേറ്റ്സ് വേത്തുന്ന ചോക്ലേറ്റ്സ്, കേക്ക്, മറ്റേ എന്താ പറയുന്നത് ബണ്ണ്, ബ്രെഡ്, എല്ലാ സാധനവും കൊടുക്കുന്നുണ്ട്. കള്ള്, വൈന്, സംഭവം ഇപ്പോൾ ഒരു ഗിവിങ് അവേ എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ ന്യൂ ഇയർ തുടങ്ങുന്നു. അത് ആദ്യമായിട്ടാണ് കാണുന്നത്. നാട്ടിൽ നമുക്കതൊരു ശീലമാക്കിയ നല്ലതായിരിക്കും. ഓക്കെ ഗൈസ്, സോ ഒരിക്കലും മറക്കാത്ത ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരുന്നു. ജോർജിയയിൽ തിരക്കായിരുന്നു, പക്ഷെ വി ആർ സേഫ്, വി എൻജോയ്ഡ്. നല്ല വെതർ, ഫയർ വർക്ക്സ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഫുഡും ഡ്രിങ്ക്സും എല്ലാം ഫ്രീ കൊടുക്കുന്നതായിരുന്നു. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഇയർ. ആൻഡ് പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങളോട് ഈ വർഷം ചോദിച്ച ചോദ്യം പ്രിയ പ്രഗ്നൻ്റ് ആണോ എന്നുള്ള ചോദ്യമാണ്. പക്ഷേ ആക്ച്വലി പ്രിയ പ്രഗ്നൻ്റ് അല്ലേ? നമ്മളൊരു മിനിമം ഒരു 10-20 വ്ളോഗ്സിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെ, നമുക്ക് ഒളിപ്പിക്കാനൊന്നും ഇല്ലല്ലോ. അതെ, പ്രസവം എന്നൊക്കെ പറയുന്നത് നമുക്ക് വയറ് ഒളിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഇത്രയും നല്ലൊരു വാർത്ത അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ തന്നെ അങ്ങോട്ടേക്ക് പറയുന്നതായിരിക്കും ഞാൻ പ്രഗ്നന്റ് ആണ്. അതെ, സോ അതുകൊണ്ട് ഈ ഫസ്റ്റ് വ്ളോഗിൽ തന്നെ അതൊന്ന് ക്ലിയർ ചെയ്യാനാണ്. പിന്നെ ഇനിയിപ്പോ ഈ വർഷം പ്രഗ്നന്റ് ആവില്ലെന്നൊന്നും നമ്മുടെ കയ്യിലുള്ളതൊന്നുമല്ല. എന്താണെങ്കിലും ഉറപ്പായിട്ടും അതെ, മിക്കവാറും അങ്ങനെയായിരിക്കും. ആൻഡ് ഹൂ നോസ്, മേ ബി 2025 ഇസ് എ ഇയർ ഫോർ സിബ്ലിംഗ് ഫോർ വേദു. ഇപ്പോഴും കേട്ടോ, അതൊന്നുമല്ല ഗൈസ്, അത് ഈ പ്രിയക്ക് ബ്ലോട്ടിങ്ങിന്റെ കുറച്ച് പ്രശ്നമുണ്ട്. സോ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അങ്ങനത്തെ ഗ്യാസ് ഫോമിങ് ഫുഡോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഇൻഫ്ലമേഷൻ കോസിംഗ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ വരാറുണ്ട്. സോ വൺസ് ജസ്റ്റ് ക്ലിയറിംഗ് ദി എയർ. നമുക്കൊരു തെറ്റിദ്ധാരണയിൽ ഈ വർഷം തുടങ്ങണ്ട, അതുകൊണ്ടാണ്. സോ 100% ഷുവർ പ്രിയ ഇസ് നോട്ട് പ്രഗ്നന്റ് ആസ് ഓഫ് നൗ. സോ അതും കൂടെ പറഞ്ഞ് നമ്മുടെ 2025 അതെ, ഇനിയിപ്പം ഈ വർഷം പ്രിയക്ക് പ്രഗ്നന്റ് ആവാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നത് കൊണ്ട് ഇപ്പൊ ചിലപ്പം 1 month ആണോ എന്നൊക്കെ ആൾക്കാരൊക്കെ ചോദിക്കും. അതൊന്നുമല്ല. സോ എന്തായാലും ഫുഡ് മാത്രമാണ്. ഓക്കെ, സോ നീട്ടുന്നില്ല. എന്തായാലും എല്ലാവർക്കും once again a very happy new year and wish you all the happiness, wealth, health and everything what you dream for. സോ വേദുവിന് ഈ ഫസ്റ്റ് വ്ളോഗ് കൺക്ലൂഡ് ചെയ്യണമെന്നുണ്ട്. സോ നമ്മുടെ അടുത്ത വ്ളോഗിൽ കാണാം. അതുണ്ട് കേട്ടോ. അതേ വേദു അത് പറഞ്ഞ ഞങ്ങള് കുക്കീസും മിൽക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. സോ രാവിലെ വേദു ഗുഡ് ബൈ ആണെങ്കിൽ ഗിഫ്റ്റ് കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താ ഗിഫ്റ്റ്? മൈൽസ് മൊറാൽസ് എന്ന് പറയുന്ന ബ്ലാക്ക് സ്പൈഡർമാൻ ആണ്. സോ അത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അടുത്ത വ്ളോഗിൽ നോക്കാം. വേഗം പോയി ചാച്ചാം. സോ എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവരും ന്യൂ ഇയർ അടിപൊളി ആഘോഷിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ.